പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന് പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ്. 7,25,000 ഇന്ത്യക്കാർ നാടുകടത്തൽ ഭീഷണിയിൽ. ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഇന്ത്യക്കാർ ഉൾപ്പെടെ യുഎസിലെ ദശലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാർക്കാണ് പിടിവീഴുന്നത്. അനധികൃത കുടിയേറ്റം എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്ന നിലപാടിലാണ് അദ്ദേഹം. മെക്സിക്കോയിൽ നിന്നുള്ള 4 ദശലക്ഷം പേരും എൽ സാൽവഡോറിൽ നിന്നുള്ള 7,50,000 പേരുമാണ് യുഎസിൽ ഏറ്റവും കൂടുതലുള്ള കുടിയേറ്റ സമൂഹം. യുഎസിലെ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരുടെ മൂന്നാമത്തെ വലിയ സമൂഹം ഇന്ത്യക്കാരാണെന്നും റിപ്പോർട്ടുണ്ട്. നാടുകടത്താൻ വിധിക്കപ്പെട്ട 40,000 പേർ മാത്രമാണ് കസ്റ്റഡിയിലുള്ളത്. നാടുകടത്തൽ തീർപ്പ് കൽപ്പിക്കാത്തതോ നിയമ നടപടികൾ താൽക്കാലികമായി നിർത്തുന്നതോ ആയ 6 ദശലക്ഷത്തിലധികം കുടിയേറ്റക്കാരാണുള്ളത്. എല്ലാ നിയമവിരുദ്ധ പ്രവേശനങ്ങളും ഉടനടി നിർത്തലാക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. യുഎസ് മണ്ണിലേക്ക് വിനാശകരമായ കുറ്റകൃത്യങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ വിദേശ സംഘടനകളെയും ക്രിമിനൽ നെറ്റ്വർക്കുകളുടെയും സാന്നിധ്യം ഇല്ലാതാക്കുമെന്നും ട്രംപ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. അനധികൃത കുടിയേറ്റക്കാരുടെ കുട്ടികളെ പൗരന്മാരായി അംഗീകരിക്കുന്ന നയം ഇനി മുതൽ പിന്തുടരില്ലെന്നും ട്രംപ് പറഞ്ഞു. അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ച വ്യക്തികളുടെ യുഎസിൽ ജനിച്ച കുട്ടികളെ അമേരിക്കൻ പൗരന്മാരായി അംഗീകരിക്കുന്നത് തന്റെ ഭരണകൂടം നിർത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. 150 വർഷത്തിലേറെയായി നിലനിൽക്കുന്ന നയമാണ് നിർത്തലാക്കുന്നത്. ട്രംപ് ഉത്തരവ് പുറപ്പെടുവിച്ച് 30 ദിവസം മുതൽ ഇത്തരം കുട്ടികൾക്ക് സാമൂഹിക സുരക്ഷാ കാർഡുകളും പാസ്പോർട്ടുകളും പോലുള്ള പൗരത്വ രേഖകൾ നൽകുന്നത് നിർത്തലാക്കും. ഇത് സംബന്ധിച്ച് ഫെഡറൽ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി. യുഎസ് ഭരണഘടനയുടെ 14-ാം ഭേദഗതി പ്രകാരം മാതാപിതാക്കളുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് പരിഗണിക്കാതെ അമേരിക്കൻ മണ്ണിൽ ജനിച്ച എല്ലാ വ്യക്തികൾക്കും പൗരത്വം ഉറപ്പു നൽകുന്നു. പുതിയ നീക്കം കാര്യമായ നിയമ പോരാട്ടങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷ. നിയമ പണ്ഡിതന്മാരും ഇമിഗ്രേഷൻ വിദഗ്ധരും ട്രംപിന്റെ വ്യാഖ്യാനത്തെ തള്ളിക്കളയുന്നു. ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ജന്മാവകാശ പൗരത്വം മാറ്റുന്നതിനോ ഇല്ലാതാക്കുന്നതിനോ ഉള്ള ശ്രമങ്ങൾ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് പരക്കെ കാണുന്നത്. ഭരണഘടനയിലെ ഏതൊരു ഭേദഗതിക്കും കോൺഗ്രസിന്റെ 3/2 ഭാഗത്തിന്റെ അംഗീകാരവും സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ആവശ്യമാണ്. അമേരിക്കയിൽ ജനിച്ച ദശലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഈ നയം ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാക്കുമെന്ന് വിമർശകർ വാദിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. സർക്കാർ സംവിധാനങ്ങളിലേക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗപ്പെടുത്താൻ അബുദാബി 13 ബില്യൺ ദിർഹമാണ് AI-യുടെ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചത്. ലോകത്തിലെ ആദ്യത്തെ AI ഗവൺമെന്റ് ആകാനാണ് അബുദാബി തയ്യാറെടുക്കുന്നത്. 2027ഓടെ സർക്കാർ പ്രവർത്തനങ്ങൾ ഓട്ടോമേറ്റഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പൂർണ്ണമായും സ്വീകരിക്കും. എമിറേറ്റ് അതിന്റെ സാങ്കേതിക തന്ത്രം ആരംഭിച്ചതായി അധികൃതർ പ്രഖ്യാപിച്ചു. ഇതിനായി 13 ബില്യൺ ദിർഹമാണ് അനുവദിച്ചിരിക്കുന്നത്. അബുദാബി ഗവൺമെന്റ് ഡിജിറ്റൽ സ്ട്രാറ്റജി 2025-2027 പ്രകാരമാണ് പുതിയ മാറ്റം കൊണ്ടുവരുന്നത്. മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എനേബിൾമെന്റ് ആണ് ഇത് നടപ്പിലാക്കുന്നത്. പ്രവർത്തനങ്ങളും സേവനങ്ങളും പരിവർത്തനം ചെയ്യുന്നതിന് പുറമെ ഈ സംരംഭം 5000-ലധികം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് എമിറേറ്റൈസേഷൻ ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയും അബുദാബിയുടെ GDP-യിലേക്ക് 24 ബില്യൺ ദിർഹത്തിലധികം സംഭാവന നൽകുകയും ചെയ്യുമെന്ന് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. കുവൈറ്റിൽ ഗതാഗത നിയമം പരിഷ്കരിച്ച് അധികൃതർ. നിയമലംഘനങ്ങൾക്കുള്ള പിഴയും ശിക്ഷയും വർദ്ധിപ്പിച്ചു. 3 മാസത്തിന് ശേഷം പുതുക്കിയ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരും. വാഹന ലൈസൻസിംഗും സിവിൽ ലയബിലിറ്റി ഇൻഷുറൻസും സംബന്ധിച്ച നിയമവ്യവസ്ഥകളിൽ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. ലൈസൻസിന് അർഹതയുള്ള അനുവദനീയമായ വാഹനങ്ങളുടെ എണ്ണം, വാഹനമോടിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ, ഗതാഗത ലംഘനങ്ങൾക്കുള്ള പിഴകൾ എന്നിവ ഉൾപ്പെടെ നിരവധി മാറ്റങ്ങൾ നടപ്പിലാക്കും. അപകടമുണ്ടാക്കിയ ശേഷം വാഹനം നിർത്താതെ ഓടിച്ചു പോകുന്നവർ നിയമപരമായ നടപടികൾക്ക് വിധേയരാകും. സാധുവായ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണ്. ഒരു വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ച ആദ്യ വർഷത്തിനുള്ളിൽ 2 നിയമലംഘനങ്ങൾ നടത്തിയാൽ അത് താൽക്കാലികമായി റദ്ദാക്കപ്പെടും. സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ചാൽ 3 മാസം വരെ തടവും 150 മുതൽ 300 ദിനാർ വരെ പിഴയും ലഭിക്കും. അപകടസ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്ന വാഹന ഡ്രൈവർക്ക് 3 മാസം വരെ തടവും 150 ദിനാറിൽ കുറയാത്ത പിഴയും ലഭിക്കും. അശ്രദ്ധമായി വാഹനമോടിച്ച് അപകടം വരുത്തുന്നവർക്ക് 1 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കും. ബ്രേക്കില്ലാതെ വാഹനമോടിച്ചാൽ 2 മാസം വരെ തടവും 200 ദിനാർ വരെ പിഴയും ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. നഗര ശുചിത്വത്തിൽ ദുബായ് ആഗോളതലത്തിൽ ഒന്നാമതെത്തി. തുടർച്ചയായ 5ാം തവണയാണ് ദുബായ് നഗരം ഈ നേട്ടം കൈവരിക്കുന്നത്. പരിസ്ഥിതി മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നഗര ശുചിത്വ വിലയിരുത്തലിൽ 100% സംതൃപ്തിയാണ് ദുബായ് നേടിയത്. ഗ്ലോബൽ പവർ സിറ്റി ഇൻഡെക്സ് സൂചികയിലാണ് ദുബായ് നേട്ടം കൈവരിച്ചത്. ജപ്പാൻ മോറി മെമ്മോറിയൽ ഫൗണ്ടേഷനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അർബൻ സ്ട്രാറ്റജീസ് ആണ് റിപ്പോർട്ട് പുറത്തിറക്കിയത്. ദുബായ് മുനിസിപ്പാലിറ്റി വിവിധ സർക്കാർ സ്വകാര്യ ഏജൻസികളുമായി സഹകരിച്ചു നടപ്പിലാക്കിയ നടപടികളുടെ ഭാഗമായാണ് ഈ നേട്ടം കൈവരിക്കാനായത്.
ദുബായിയുടെ നഗര ശുചിത്വത്തിൽ 100% സംതൃപ്തിയാണ് സർവേയിൽ പങ്കെടുത്തവർ പ്രകടിപ്പിച്ചത്. 2041 മാലിന്യ ഉൽപാദനം 18% കുറയ്ക്കാനാണ് പദ്ധതി. പുനരുപയോഗ ഊർജ്ജ സാധ്യത ഉപയോഗപ്പെടുത്തി മാലിന്യം പുറന്തള്ളുന്നത് പൂർണ്ണമായും ഒഴിവാക്കും. കനാലുകൾ, പാർപ്പിട, വ്യാവസായിക മേഖലകൾ, മാർക്കറ്റുകൾ എന്നിവിടങ്ങൾ ദിവസേനയുള്ള വൃത്തിയാക്കൽ ദുബായ് നഗരത്തെ കൂടുതൽ വൃത്തിയുള്ളതാക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.